രാഹുൽ ചെയ്യുന്നുണ്ട്. രാഹുൽ, എസ്എഫ്ഐയുടെ പ്ലാൻ എന്താണ്? ഇപ്പോൾ ഒരു സംഘം മറുഭാഗത്ത് കൂടി അകത്തേക്ക് കയറാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുവെന്ന് രാഹുൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഉന്തിക്കയറാനുള്ള ശ്രമമുണ്ടോ, അതോ സമരം ഇവിടെ വെച്ച് അവസാനിക്കുമോ? സമരം അവസാനിക്കാനുള്ള സാധ്യതയില്ല. കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പോലീസുകാരും പ്രവർത്തകരും ഉള്ളത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു വഴികളിലൂടെ VC-യുടെ ഓഫീസിന് മുന്നിലേക്ക് എത്താനുള്ള സാധ്യത തിരക്കി നിരവധി പ്രവർത്തകർ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും അവർ ഉള്ളിലേക്ക് കടക്കുമെന്നുള്ളത് നമുക്ക് കടക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം കുറച്ച് പോലീസ് മാത്രമേ ഇവിടെയുള്ളൂ. ആ പോലീസെല്ലാം ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള സ്ഥലത്ത്, ഈ കാണുന്ന കെട്ടിടത്തിന് തൊട്ട് താഴെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമരം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥി മുകളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുന്നത്. ഒരു വിദ്യാർത്ഥി കയറി പോയിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നിന്ന് വ്യക്തമാണ്. അങ്ങനെ പലരും കയറി പോവുകയാണ്, ഈ പടിക്കെട്ടുകൾ വഴി ആ ഓഫീസിന് മുന്നിലേക്ക് കയറി പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VC ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് SFI ആലോചിക്കുന്നത്. പ്രതിഷേധം അറിയിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് അവർ സമരം വിദ്യാർത്ഥികളെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം VC ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് VC-യുടെ മുറിയിലേക്ക് അവർ കടന്നു പോകാനുള്ള ശ്രമം നടക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് വലിയ ഒരു സംഘർഷാവസ്ഥയിൽ തന്നെയാണ്. വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഉന്തുതള്ളും ഉണ്ടാകുന്നുണ്ട് പോലീസും SFI പ്രവർത്തകരും തമ്മിൽ. എന്തായാലും സമരം ഈ നിൽക്കുന്ന ആളുകൾ കൂടി മുകളിലേക്ക് എത്താതെ അവസാനിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ കാഴ്ച തന്നെയാണ് ബാരിക്കേഡിന് ഇപ്പുറം മുതൽ നമ്മൾ കണ്ടത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സർവകലാശാലയ്ക്ക് പരിസരത്തിനുള്ളിലേക്ക് കയറാൻ കഴിയുന്നു. അവർ ഇവിടെ വരെ എത്തി മുദ്രാവാക്യം വിളിച്ച് പോലീസുമായി ഉന്തും തള്ളും നടത്തി വാഗ്വാദം നടത്തി എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബാരിക്കേഡ് ഇപ്പുറത്ത് വെച്ച് തന്നെ തടയാനുള്ള ശ്രമങ്ങൾ നടത്താമായിരുന്നു, അതൊന്നും നമ്മൾ കണ്ടില്ല. എന്തായാലും വലിയ പ്രതിഷേധം VC-യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് SFI നടത്തുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഈ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. രതീഷ്, സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. ഗവർണർ നിയമിച്ച ചാൻസലർ എന്ന അധികാര പരിധി ഉപയോഗിച്ച് സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഗവർണർ നിയമിച്ച സിസ തോമസിനെ പുറത്താക്കണം എന്നാണ് SFIയുടെ നേരത്തെയുമുള്ള നിലപാട്. ആ നിലപാട് തുടർച്ചയായി ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. സർവകലാശാലയുടെ പുറത്ത് SFI പ്രവർത്തകരെ തടയാനുള്ള കാര്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. SFI സംസ്ഥാന സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഒരു പ്രതിഷേധ മാർച്ചാണ്. അവിടെ വെച്ച് പോലീസ് തടഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ VC-യുടെ ഓഫീസിന് താഴേക്കെത്തി ചിലർ പോലീസുകാർക്കിടയിലൂടെ തന്നെ അകത്തേക്ക് കയറി പോകുന്നുമുണ്ട്. അതേസമയം മുകളിൽ VC ഇല്ല. VC-ക്കെതിരായ പ്രതിഷേധമാണ്. VC പുറത്താക്കണം എന്ന ആവശ്യമാണ്, VC പുറത്തു പോകണമെന്ന ആവശ്യമാണ്. SFIയുടെ പ്രതിഷേധം എപ്പോഴും തുടരുന്നു. മുദ്രാവാക്യം മുഴക്കുകയാണ്. നേരത്തെ അല്പനേരം VC-യുടെ ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടയിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായിരുന്നു.